എനിക്ക് തോന്നുന്നില്ല കാർത്തിക ശരിയാവുന്നു. അച്ഛൻ്റെ അടുത്ത് ഞാൻ ഇന്നലെ കൂടി പറഞ്ഞു നോക്കി, എത്ര ശ്രമിച്ചിട്ടും സമ്മതിക്കുന്നില്ല. എന്നാൽ ഞാൻ പറഞ്ഞ പോലെ ഇറങ്ങി വാ, നമുക്ക് കല്യാണം കഴിക്കാം. അത് നടക്കത്തില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞതല്ലേ. എന്നാൽ പിന്നെ നീ അച്ഛനെ ഒന്ന് കൺവിൻസ് ചെയ്യാൻ നോക്ക്. എത്ര ശ്രമിച്ചിട്ടും കൺവിൻസ്ഡ് ആവുന്നില്ല. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, കഴിഞ്ഞ മാസം നമ്മൾ പാൽപ്പൊടിയിൽ ട്രിപ്പ് പോയില്ലേ? പാൽപ്പൊടിയല്ല, പൊന്മുടി. ഏത് മുടിയായാലും അടിമുടി മുടിപ്പിച്ചിട്ടാണ് നീ എന്നെ തിരിച്ചു കൊണ്ടുവിട്ടത്. അവിടെ നമ്മൾ ട്രിപ്പ് പോയപ്പോൾ വീട്ടിൽ എന്തുവരും നീ പറഞ്ഞേ? അത് ഫ്രണ്ടിൻ്റെ വീട്ടിൽ ലിപ്സ്റ്റിക് മേടിക്കാൻ പോകാമെന്ന് പറഞ്ഞിട്ട്. 4 ദിവസം ഫ്രണ്ടിൻ്റെ വീട്ടിൽ ലിപ്സ്റ്റിക്ക് മേടിക്കാൻ 4 ദിവസം. അത് നിൻ്റെ വീട്ടിൽ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന നിനക്ക് ഇത് പറയാൻ പറ്റൂല? ഇതെന്താ കാർത്തി ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നേ? നീ സംസാരിച്ച് നോക്കിയിട്ടില്ല എൻ്റെ അച്ഛനടുത്ത്. അപ്പോൾ ഇനിയിപ്പോൾ എന്ത് വേണമെന്നാണ് നീ പറയുന്നത്? ബ്രേക്കപ്പോ? എന്ത് പറഞ്ഞാലും അവസാനം ഈ ബ്രേക്കപ്പിലാണ് കൊണ്ടു നിർത്തുന്നത്. ഇനിയിപ്പോൾ ഞാനും തടയുന്നില്ല, ബ്രേക്കപ്പ് ആവാം. കൊള്ളാം. ഇത് നീ ഇപ്പോൾ എടുത്ത ഡിസിഷൻ അല്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്ത് പറഞ്ഞാലേ എനിക്ക് ദേഷ്യം വരിക, എന്ത് പറഞ്ഞാലേ എനിക്ക് ഇറിറ്റേറ്റഡ് ആവുക, എന്ത് പറഞ്ഞാലേ ഞാൻ ബ്രേക്കപ്പിൻ്റെ കാര്യം എടുത്തിടുക, ഇതൊക്കെ നിനക്ക് നന്നായിട്ടറിയാം. അതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നെക്കൊണ്ട് തന്നെ പറയിപ്പിച്ചിട്ട് തൻ്റെ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ ലെറ്റ്സ് ബ്രേക്കപ്പ്. ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എൻ്റെ അച്ഛനെ ഇഷ്ടമില്ലാത്ത ഒരു റിലേഷൻഷിപ്പ് തുടരാൻ എനിക്ക് താല്പര്യമില്ല. അതിന് ബ്രേക്കപ്പ് എങ്കിൽ ബ്രേക്കപ്പ്. മോളെ, ഒരു പെണ്ണ് ബ്രേക്കപ്പ് പറയുമ്പോൾ വെള്ളവും അടിച്ച് 24 മണിക്കൂർ മൂങ്ങിക്കൊണ്ട് നടക്കുന്നതിനെയൊക്കെ നീ കണ്ടിട്ടുള്ളൂ. ഇത് ഐറ്റം വേറെയാ. ഈ സെക്കൻഡ് മുതൽ നീ എൻ്റെ മനസ്സിലില്ല. ഇനി നിന്നെക്കുറിച്ച് ഓർത്ത് ഒരു തുള്ളി കണ്ണീര് പോലും ഈ കണ്ണീന്ന് വരില്ലടി. അയ്യോ എൻ്റെ പെണ്ണ് പോയേ, അയ്യോ അയ്യോ കൃഷ്ണ, എൻ്റെ കൃഷ്ണ, അവള് പോയി കൃഷ്ണ. ഞാൻ എന്തോരം വഴിപാട് കഴിപ്പിച്ചതാ എൻ്റെ കൃഷ്ണ. ലൈഫിൽ ഇതുവരെ ഒരു വാലന്റൈൻസ് ഡേക്ക് പോലും ഒരു പെണ്ണിന് പോലും ഒരു ഡയറി മിൽക്ക് മേടിച്ചു കൊടുക്കാൻ യോഗമില്ലാത്തവരാ ഞാൻ. ഈ വാലന്റൈൻസ് ഡേക്ക് പക്ഷെ അത് മാറുമെന്ന് വിചാരിച്ചു കൃഷ്ണ, എൻ്റെ കൃഷ്ണ. അയ്യോ, Men don't cry. Men don't cry. Only girl can make him cry. Men don't cry. അയ്യോ അയ്യോ കൃഷ്ണ. അവളെ വിളിക്കുന്നു. അല്ലേലും ഒരാണിൻ്റെ മനസ്സൊരു പെണ്ണിനല്ലേ മനസ്സിലാക്കാൻ പറ്റൂ. ഹലോ ഹലോ, എവിടാ? ഞാൻ വീട്ടിലുണ്ട്. അല്ലെങ്കിലും എനിക്കറിയാം എന്നെ പിരിഞ്ഞ് മൂക്കിരിക്കാൻ പറ്റത്തില്ലെന്ന്. പിന്നെ കോപ്പാണ്. കോപ്പോ? തെറി വിളിക്കുന്ന ഇതെൻ്റെ ഡാഡി അറിഞ്ഞാണ്ടല്ലോ. അത് പറയാനാ വിളിച്ചേ. താനൊരു ഡാഡി ആയെന്ന്. എന്ന് വെച്ചാ? എന്ന് വെച്ചാ ഞാൻ പ്രഗ്നന്റ് ആണെന്ന്. പ്രഗ്നന്റാ? എങ്ങനെ? രാവിലെ കണ്ടപ്പോൾ നിനക്ക് ഗർഭമൊന്നും ഇല്ലായിരുന്നല്ലോ. അത് പിന്നെ വീടെത്തിയപ്പോഴാ. വീടെത്തിയപ്പോൾ എന്തോന്ന്? ഞങ്ങളൊക്കെ പുറത്തുനിന്ന് വീട്ടിൽ വരുമ്പോൾ സാധാരണ വിശപ്പാ ഉണ്ടാവാറ്. നിനക്ക് ഗർഭമോ? അതല്ല, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നോക്കിയപ്പോഴാ വയറ് കണ്ടത്. എടി, ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ നോക്കുമ്പോൾ വയറ് മാത്രമല്ല കൈയും കാലും ഒക്കെ കാണത്തില്ലേ? എടാ അതല്ല, വയറ് വിയർത്തിരിക്കുന്നത്. എടി, പുറത്ത് നല്ല ചൂടല്ലേ, അപ്പൊ വയറ് മാത്രമല്ലേ, ശരീരം മുഴുവൻ വിയർക്കും. എടാ പൊട്ട, വയറ് വിയർത്തിരിക്കുന്നെന്ന്. അതൊരു പക്ഷെ ഗ്യാസിന്റെ ആണെങ്കിലോ? അപ്പൊ 10-15 ദിവസമായിട്ട് എനിക്ക് പീരിയഡ്സ് ആകത്തതോ? വയറ് വീർപ്പ്, പീരീഡ്സ്, ഇതെന്റെ തന്നെയാണോ? ദേ അനാവശ്യം പറഞ്ഞാണ്ടല്ലോ. എന്നാലും ഇതെങ്ങനെ സംഭവിച്ചു? ആ 4 ദിവസത്തെ ട്രിപ്പ് പോയത് മോനങ്ങ് മറന്നുപോയോ? നീ കൺഫേം ചെയ്തായിരുന്നോ? മറ്റേ മെഷീനൊക്കെ വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റുമല്ലോ, നോക്കിയോ? അതൊക്കെ നോക്കി, പോസിറ്റീവാ. അങ്ങനെ ആണെങ്കിൽ ഇനിയിപ്പോൾ ഒരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ. നമുക്ക് അബോട്ട് ചെയ്യാം. എന്ത് കാർത്തി പറയുന്നേ? എന്റെ കുഞ്ഞിനെ കൊല്ലാനോ? സമ്മതിക്കുന്നില്ല ഞാൻ. അല്ലാതെ പിന്നെ എന്ത് ചെയ്യാനാ? അല്ലെങ്കിൽ പിന്നെ നീ ഒരു കാര്യം ചെയ്യാം, ഞാൻ പറഞ്ഞ പോലെ ഇറങ്ങി വാ, നമുക്ക് കല്യാണം കഴിക്കാം. എൻ്റെ വീട്ടിൽ ഈ റിലേഷൻഷിപ്പ് ഓക്കെ ആയതുകൊണ്ട് അവർക്ക് ഇത് വലിയ സീനാവാൻ വഴിയില്ല. അത് എൻ്റെ വീട്ടുകാർ സമ്മതിക്കാണ്ട് എങ്ങനെയാ കാർത്തി? എന്നാ പിന്നെ നീ നിന്റെ അപ്പനെ വിളിച്ചു പറ നീ ഗർഭിണിയാണ്. ഞാൻ വിളിച്ച് പറയാൻ പോവാ. സത്യമാണോ? അതെ. അവനുണ്ടോ അടുത്ത്? കൊടുക്ക.
ഹലോ. കൂടുതലൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. നിന്റെ അഡ്രസ്സ് പറ. അച്ഛാ, പ്രശ്നമൊന്നും ഉണ്ടാക്കരുത് പ്ലീസ്. പിന്നെ നീയൊക്കെ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഈ കാര്യത്തിന് പ്രശ്നം ഉണ്ടാക്കി ഞാൻ ഇനി നാട്ടുകാരെ കൂടെ അറിയിക്കാം. നിന്റെ വീട്ടിലെല്ലാവരെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വാ. ആൾക്കാരറിയുന്നതിന് മുമ്പിട്ട് ഇതങ്ങ് നടത്താം. ഓക്കെ അച്ഛാ. ആ ശരി. ആര്യേ, ആര്യേ, എടോ, തൻ്റെ അച്ഛൻ നമ്മുടെ കല്യാണത്തിന് സമ്മതിച്ചു. എന്താടോ? അത് എനിക്ക് എന്താ കാര്യം പറ. എനിക്ക് പീരിയഡ്സ് ആയി. പിന്നെ നീ മെഷീൻ വെച്ചൊക്കെ നോക്കിയെന്നൊക്കെ പറഞ്ഞിട്ട്. ഐ തിങ്ക് ഇറ്റ്സ് എ ടെക്നിക്കൽ എറർ. എന്തായാലും വീട്ടിൽ കല്യാണത്തിന് സമ്മതിച്ചല്ലോ. അത് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് അച്ഛൻ കല്യാണത്തിന് സമ്മതിച്ചത്. ഇനി ഒരു പക്ഷേ അല്ല എന്നറിഞ്ഞാൽ സമ്മതിച്ചില്ലെങ്കിലോ? അപ്പോൾ എങ്ങനെ കാര്യങ്ങൾ? അയ്യടാ